ക്വസ്റ്റ്യൻ. എല്ലാവരെയും ഒരേപോലെ ഇഷ്ടമാണ്, ഈക്വലായിട്ട് ഇഷ്ടമാണ്, ഒരേപോലെ ഇഷ്ടമാണ്, ഒരേപോലെ എല്ലാവരുമായിട്ട് ഞാൻ വഴക്കിടാറുണ്ട്, പിണങ്ങാറുണ്ട്, അടിയാകാറുണ്ട്, സ്നേഹിക്കാറുണ്ട്. പക്ഷെ ഹൻസ് കൊച്ചു ബേബി ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ചെറിയൊരു എവിടെയോ മേ ബി ഒരു ഇച്ചിരി പാർഷ്യാലിറ്റി കൂടുതലുണ്ട് എനിക്ക് ഹൻസുവിനോട്. അല്ലാതെ അവളെങ്കിൽ നല്ലപോലെ വഴക്കൊക്കെ പറയും. എല്ലാവരും ഇതേപോലെ ഇഷ്ടമാണ്. അമ്മു ചേച്ചി ഇതാ ഇവിടെയുണ്ട്. വേറെ സോസി അല്ലേ? ഓസി ഇതും അവിടെ ഇരിക്കുന്നു, ഇഷാനിയുടെ അപ്പുറത്ത്. ഹലോ മിനി, എൻ്റെ അന്വേഷണം പറഞ്ഞേക്കൂ കേട്ടോ അമ്മയോട്. റിലേറ്റീവ്സ് ഒന്നും ചോദിക്കാറില്ല. എന്ത് ചോദിക്കാനാ, അവരവരുടെ ഇഷ്ടമല്ലേ. റിലേറ്റീവ്സ് ഒന്നും ചോദിക്കാറില്ല. ലെസൺസ് അത് മാത്രമേ ധാരാളമായിട്ട് ഫ്രീ ആയിട്ട് ധാരാളം ലെസൺസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ മാത്രം ലൈഫിൽ നിന്നല്ല, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ലൈഫിൽ നിന്ന് വരെ നമ്മൾ ജീവിതത്തിൻ്റെ ലെസൺസ് പഠിച്ചെടുക്കണം. അതിൽ പ്ലസ് എല്ലാം നമ്മൾ എടുക്കണം, മൈനസ് നമ്മളതിനെ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലത്തെ സിറ്റുവേഷൻസ് നമുക്ക് എങ്ങനെ ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആകാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. ഓൾവേസ് ലൈഫ് ലെസൺസ് ഹവ് ബീൻ എ റിയൽ ഗുഡ് ബ്ലെസ്സിങ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നത് പോലെയാണ് നമുക്ക് ഓരോ അനുഭവങ്ങളുണ്ടാകുന്നത്. സോ ഒത്തിരി 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 ലെസൺസ് ഐ ലേൺഡ് ഇൻ ദിസ് ലൈഫ്. ക്രിസ്മസ് പ്ലാനോ? ഈ വർഷം എനിക്ക് ഒരു ക്രിസ്മസ് പ്ലാനും ഇല്ല. നമ്മുടെ ഈ ക്രിസ്മസ് ട്രീയുടെയൊക്കെ കൂടെ മിക്കവാറും നമ്മുടെ വീട്ടിൽ തന്നെ കാണും. പുറത്തെങ്ങനെ പോകുന്ന അറിയത്തില്ല. ഒരു ക്രിസ്മസ് പ്ലാനും ഇല്ല, വെക്കേഷനൊന്നുമില്ല. അത്ര എനിക്ക്, ബാക്കിയുള്ളവരുടെ എനിക്കറിയത്തില്ല. എനിക്കൊന്നും വെക്കേഷൻ ഇവിടെ തന്നെ. ഇഷാനി എന്തോ ഇരിക്കുന്നു കണ്ടോ. ഞാനും ചോദിക്കും എന്താ വ്ളോഗ്സ് ഒന്നും ഇടാത്തതെന്ന്. അപ്പോൾ ഇടും. നാളെ ഒന്ന് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഈശാൻ പറയും ശരിക്കും എങ്ങോട്ടൊക്കെ ഒന്ന് ട്രാവൽ ചെയ്താൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ലൈഫിൽ സംഭവിക്കുമ്പോഴേ എന്തെങ്കിലും ഇടാൻ ഇഷ്ടമുള്ളൂ. അല്ലാതെ ഇങ്ങനെ വെറുതെ അങ്ങനെയൊന്നും എടുത്തിടാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഇഷാൻ. സോ ഹോപ്പ്ഫുള്ളി യു ക്യാൻ എക്സ്പെക്ട് ഇഷാനീസ് വ്ളോഗ് മേ ബി ഇൻ എ വീക്സ് ടൈം. ഞാനും വെയിറ്റ് ചെയ്യണം. ഐ ലവ് ഹർ വ്ളോഗ്സ്. ഓ ദാറ്റ്സ് വെരി സ്വീറ്റ്. ട്രിവാൻഡ്രം ഇസ് എ വെരി നൈസ് പ്ലേസ്. താങ്ക് യു സോ മച്ച്. ഓസി ഇന്നിവിടെ ഉണ്ട്. അശ്വിനൊന്ന് അശ്വിൻ്റെ വീട്ടിൽ പോയി. അശ്വിൻ്റെ കുറച്ച് റിലേറ്റീവ്സ്, അമ്മയുടെ സിസ്റ്ററൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ദേ വോണ്ട് ടു സ്പെൻഡ് സം ടൈം ടുഗദർ. സോ അശ്വിനൊന്ന് അങ്ങോട്ട് പോയി. ഓസി ഇന്നിവിടെ ഉണ്ട്. ഇന്ന് നമ്മുടെ ഇവിടെ വെഡിങ് ആനിവേഴ്സറിക്കായിട്ട് ഓസി ഇന്നിവിടെ തന്നെ നിന്നു. ഞാൻ ഈ അടുത്തൊക്കെ നിങ്ങൾ കണ്ടുള്ള പിങ്ക് കളർ ചെരുപ്പ് ഫിറ്റ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതിനെ ഞാൻ പണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് പറഞ്ഞുകൊണ്ടത്. അങ്ങനെയല്ല, ഇറ്റ്സ് ഫിറ്റ് ഫ്ലോപ്പാണ്. അതിപ്പോൾ ഒരുവിധപ്പെട്ട മറ്റേ മെട്രോ, മൂച്ചി ആ കടകളിലൊക്കെ കാണും. പിന്നെ ചെന്നൈയിലൊക്കെ അതിന് മാത്രമായിട്ടുള്ള ഷോറൂമുണ്ട്. മോളിൽ എക്സ്പ്രസ് അവന്യൂ മോളിലുണ്ട്. പിന്നെ ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നല്ല ചെരുപ്പുകൾ. ഇച്ചിരി എക്സ്പെൻസീവാണ്, പക്ഷെ വളരെ കംഫർട്ടബിളാണ്. ഞാനത് ഇട്ട് തുടങ്ങിയതിന് ശേഷം എനിക്ക് എത്ര ദൂരം നടക്കുന്നതും ഒന്നും ഒരു പ്രോബ്ലമല്ല. പൊട്ടിപ്പോകത്തൊന്നുമില്ല. പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഇടാം. നല്ല സോഫ്റ്റാണ്, നല്ല കംഫർട്ടബിളാണ്, കാണാനും നല്ല ഭംഗിയാണ്. ഈ മോൾസിലൊക്കെ പോകുമ്പോൾ മൂച്ചി മെട്രോയിലൊക്കെ എല്ലായിടത്തും കാണും കേട്ടോ. പക്ഷേ ഇതിൻ്റെ മാത്രം ഷോറൂംസിൽ ഒരുപാട് വെറൈറ്റി കാണും. ദുബായിൽ അവിടെയൊക്കെ കിട്ടും. ചില സമയത്ത് ചിലതിനൊക്കെ ഡിസ്കൗണ്ട് കാണും. നോക്കി വാങ്ങിച്ചാൽ നല്ലതാണ്. നല്ല ചെരുപ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓസി ഇല്ലാത്ത വീട് എനിക്കറിയത്തില്ല. കാരണം ഓസി എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഓസി അവിടെ ഇരിക്കുന്നു. ഷാനിയുടെ അപ്പുറത്തിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു. ഓസി ഓൺ മോസ്റ്റ് ഡേയ്സ് ഷീസ് ഹിയർ ഉള്ളൂ. സോ അങ്ങനെ ഓസി ഇങ്ങനെ കല്യാണം കഴിഞ്ഞു എങ്ങോട്ടും പോയി അങ്ങനെയൊന്നും എനിക്ക് തോന്നാറില്ല. ഓസിൻ്റെ ഫ്ലാറ്റ് പോലും വളരെ ക്ലോസാണ്. നമ്മുടെ ഇവിടെ നിന്നൊരു 2-3 മിനിറ്റ്സ് ഒന്ന് കാറിപ്പോയാൽ മതി. സോ എനിക്കങ്ങനെ ഒന്നും തോന്നാറില്ല. ഓസി പണ്ടെപ്പോഴും എത്രത്തോളം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നോ ഏകദേശം അതുപോലെ മിക്കപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. സോ എനിക്കങ്ങനെ ഓസി ദൂരെ എവിടെയും പോയി അങ്ങനെയൊന്നുള്ള ഫീല് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഇനി കുറേ കഴിയുമ്പോഴൊക്കെ കൂടുതൽ ഓസിയുടെ വീട്ടിൽ തന്നെയൊക്കെ നിൽക്കുമോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് നൗ ഐ എം വെരി ഹാപ്പി. ഷീ കീപ്സ് കമ്മിങ് ഓൾ ദ ടൈം. ഐ എം വെരി ഹാപ്പി ടു സീ ഹർ ഓൾ ദ ടൈം ഹിയർ. സോ എനിക്ക് ഓസി ഇങ്ങനെ കല്യാണമായി പോയി ആ ഒരു ഫീലൊന്നും എനിക്കില്ല കേട്ടോ.
അപ്പച്ചീസ് ഹാൻഡ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്, പക്ഷേ കുറച്ച് സമയമെടുക്കും. എന്നും ഡ്രസ്സിങ്ങിൽ പോകുന്നുണ്ട്, മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, വേദനയൊക്കെ നല്ല കുറവുണ്ട്. എന്നാലും അത് നന്നായിട്ടൊന്ന് ഉണങ്ങി നല്ലപോലെ യൂസൊക്കെ ചെയ്യുന്ന രീതിയിലാകാൻ കുറച്ച് ടൈം എടുക്കും. ഇൻ വിച്ച് ഈസ് ബെറ്റർ. താങ്ക് യു ഫോർ ആസ്കിങ്. ഐ ഹാവ് നോ ഐഡിയ. എനിക്ക് യൂട്യൂബ് അൽഗോറിതത്തിനെ കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ല ആക്ച്വലി. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റാർട്ടിങ് ആൻ യൂട്യൂബ് ചാനൽ, ഡു സ്റ്റാർട്ട്. പക്ഷേ എനിക്കിതിനെ കുറിച്ചിട്ട് ഐ ജസ്റ്റ് ഡോണ്ട് നോ. ഐ ഡു മൈ വീഡിയോസ്, ഐ എഡിറ്റ് ദം, ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ടെന്നല്ലാതെ ആൽഗോറിതംസിനെ കുറിച്ച് എനിക്ക് ഒരു പിടിയില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടോ എന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട്, ആക്ച്വലി മാസങ്ങളായിട്ട് എൻ്റെ മെയിൻ പരിപാടിയാണ് നമ്മുടെ വീട്ടിൽ ധാരാളം സുഖമില്ലാത്ത ആൾക്കാരാണ്. ഓരോരുത്തരുടെ ഓരോ മെഡിക്കൽ എമർജൻസീസ്, അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസ് പോവുക, അവിടെ പോവുക, ഇവിടെ പോവുക, ടെസ്റ്റ് ചെയ്യുക, ഡോക്ടേഴ്സിനെ അവിടെ വിളിക്കുക, ഇവിടെ വിളിക്കുക, ആ മരുന്ന് അങ്ങോട്ട് മാറ്റുക, ഇങ്ങോട്ട് മാറ്റുക, അത് കടയിൽ നിന്ന് വാങ്ങിക്കുക, അവർക്ക് കൊടുക്കുക, ഡ്രൈവറിനെ വിളിക്കുക, ഓരോരോ സ്ഥലത്ത് അവരെത്തിക്കുക. അപ്പം അങ്ങനെ ലൈക്ക് എവറി ഡേ ഹാസ് ബീൻ ലൈക്ക് ഹോസ്പിറ്റലിൻ്റെ ഒരു സംഭവം കേട്ടോ. ഐ എം ഗോയിങ് സോ മെനി ടൈംസ് ഹോസ്പിറ്റൽ. ലൈക്ക് എനിക്ക് പിന്നെ ഇമ്മ്യൂണിറ്റിയൊക്കെ ഭയങ്കര കൂടിയ പോലെ. ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് ജലദോഷവും പനിയൊന്നും വരാറുപോലുമില്ല. ബിക്കോസ് എവറി ഡേ ഞാനിപ്പോൾ ഈ ഡോക്ടേഴ്സിനെ നഴ്സുമാരെയൊക്കെ പോലെ എപ്പോൾ നോക്കിയാലും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൽ കൂടെ നടന്നു പോകുന്നുണ്ടാവും. പണ്ടേ എനിക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ അധികം പോകണമെങ്കിൽ ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ വൃത്തികേടാണ്. എപ്പോഴും ഞാൻ എപ്പോൾ നോക്കിയാലും ഏതെങ്കിലും ഹോസ്പിറ്റലിലായിരിക്കും. ഇന്നലെ ഹോസ്പിറ്റലിൽ എൻ്റെ കല്യാണ ആൽബത്തിൽ ധാരാളം നല്ല പിക്ചേഴ്സുണ്ട്. ഞാൻ ആക്ച്വലി എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കല്യാണ ആൽബം അവിടെ കബോർഡിൻ്റെ മുകളിലായിരിക്കുന്നത്. എടുക്കാൻ വലിയ പാടാണ്. അന്ന് സിനിമയ്ക്കൊക്കെ വേണ്ടി സ്റ്റിൽസ് എടുക്കുന്ന ശ്രീകുമാർ എന്ന് പറഞ്ഞ കിച്ചുൻ്റെ ഫ്രണ്ട്, പുള്ളിക്കാരനാണ് ഞങ്ങളുടെ കല്യാണ ഫോട്ടോസ് എടുത്തത്. അതുകൊണ്ട് അന്നത്തെ സ്റ്റാൻഡേർഡിന് വളരെ നല്ല ഫോട്ടോസായിരുന്നു. ഇന്നത്തെ പോലെ അല്ല. പണ്ടത്തെ ഫോട്ടോസൊക്കെ ടോട്ടലി ഇറ്റ് വാസ് ഒരു ഡിഫറെൻറ്റ് സംഭവമായിരുന്നു. പക്ഷേ എന്നാലും സിനിമയുടെ ഫോട്ടോഗ്രാഫർ എടുത്തിരുന്നത് കൊണ്ട് ഫോട്ടോസെല്ലാം നല്ല ഫോട്ടോസായിരുന്നു. ഒത്തിരി ഫേവറേറ്റ് ഫോട്ടോസ് എനിക്കതിലുണ്ട്. ഈ ഒരു അവസരത്തിൽ ഞാൻ അത് കാണിക്കാം. എനിക്കിപ്പോൾ അത് പോയി എടുക്കാനൊക്കെ ബുദ്ധിമുട്ട്. ശരിക്കും പറഞ്ഞതാണോ എന്നെ ആക്കിയതാണോ? അയ്യോ, എനിക്ക് പോലും ഞാൻ വണ്ണം വെച്ചൊക്കെ ഇരിക്കുന്നത് എനിക്ക് പോലും എൻ്റെ ഇപ്പം അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും താങ്ക് യു. നീല സാരി ഫോട്ടോയിൽ എൻ്റെ വയറ്റിലുള്ളത് അമ്മുക്കുട്ടിയാണ്. ആദ്യത്തെ പ്രഗ്നൻസിക്കാണ് ഇതുപോലത്തെ കുറച്ച് ഫാൻസി ഫോട്ടോസ് എടുക്കുന്നതും ഭർത്താവ് കഥാപാത്രത്തിന് ഇത്രയും ഒരു ഇതായിട്ടൊക്കെ നിന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഊസി ഷാനി അൻസൂനിയൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ചെറിയ റൊമാൻറ്റിക് ലുക്കുള്ളൊരു ഫോട്ടോ പോലും എനിക്കില്ല. അന്ന് നമുക്ക് തൊട്ട് മുകളിലുള്ള കുട്ടിയെ നോക്കുന്നതും ജീവിത പ്രാരാബ്ദങ്ങളായിട്ടൊക്കെ നടക്കുമ്പോഴേ ഇതൊന്നും സമയം കിട്ടത്തില്ല. ഫസ്റ്റ് പ്രഗ്നൻസിക്കാണ് ഇങ്ങനെയൊക്കെ. പണ്ടൊന്നും ഇതുപോലത്തെ ഈ പ്രഗ്നൻസി ഫോട്ടോഗ്രാഫി ഒന്നും ഇല്ല. ഇതെങ്ങനെയോ ബൈ ചാൻസ് കിട്ടിയൊരു ഫോട്ടോ. ഇറ്റ്സ് നൈസ് ഫോട്ടോ. റീസെൻ്റ്ലി വ്ളോഗ്സ് ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയാനുള്ള പോലെ ഒത്തിരി തിരക്കാണ്. ബാക്കി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ലൈഫ് ഇസ് സ്റ്റിൽ ഗുഡ്, വെരി നൈസ്. ഒരുപാട് ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ബ്ലെസ്ഡാണ്. കുഴപ്പമൊന്നുമില്ല, കംപ്ലയിൻസ് ഒന്നുമില്ല. ചുമ്മാ എന്തോ ഇങ്ങനെയൊക്കെ ഒരു പരാതിയൊക്കെ പറഞ്ഞു പോകും. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ലൈക്ക് ഐ എം ഓക്കെ, ഹാപ്പി. പിന്നെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒരു പരാതി പറയാൻ രസമില്ലേ, അതുകൊണ്ട് ഇങ്ങനെ പരാതിയൊക്കെ പറഞ്ഞു പോകുന്നു, അത്രേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഐ എം ഹാപ്പി. ഐ വിൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു വീഡിയോ ആണിത്. ഐ ഹാവ് ടു ഡു. പക്ഷെ എനിക്ക് ഒന്ന് രണ്ട് കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാനൊന്ന് വിചാരിച്ചു പോയി. പക്ഷെ അത് ഞാൻ വിചാരിച്ച പോലെ ചെയ്യണമെങ്കിൽ എനിക്ക് ഇച്ചിരി എഫേർട്ട് എടുക്കണം. അതിനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നീണ്ടു പോകുന്നത്. ഇനിയിപ്പോൾ ആ വിചാരിച്ച പ്ലാനിങ് പോലെ നടന്നില്ലെങ്കിലും എൻ്റെ മെമ്മറിയിൽ നിന്ന് എൻ്റെ പ്രഗ്നൻസി ഓർമ്മകളൊക്കെ ഫീഡായി പോകുന്നതിന് മുമ്പ് ഐ ഹാവ് ടു ഡു എ വീഡിയോ സൂൺ.